ഒരു മലയാള സിനിമ കണ്ടിട്ട് തലയുടെ രണ്ട് സൈഡിൽ കൂടി രണ്ട് കിളി പറന്നു പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വീട്ടിൽ നമ്മളൊരു സിനിമ കാണാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡ് അടി. സിനിമ കാണാൻ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ പൈസ കാണുമ്പോൾ നമ്മുടെ തല കറങ്ങും. അത് പോപ്കോൺ ആയാലും നാച്ചോസ് ആയാലും എന്തായാലും. ഇതിപ്പോ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. 50 രൂപയുള്ള ഈ നാച്ചോസിന് അതിന്റെ ബാക്കിൽ തന്നെ അതിൽ മുക്കാനുള്ള ആ ഡിപ്പും കിട്ടും. പിന്നെ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഷെപ്സും മേടിച്ചു. പിന്നെ കുറച്ച് പീനട്ടും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ കൂടി നമ്മൾ എയർ ഫ്രയറിൽ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊക്കെ പുറമെ നമ്മൾ കുറച്ച് മിക്സറും അതുപോലെ തന്നെ മുറുക്കും ഒക്കെ മേടിച്ചു കേട്ടോ. ഇത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഈ ടേസ്റ്റീസിന്റെ പ്രോഡക്ട്സ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ഇത് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നമ്മൾ ഇത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്യാറ്. ഇനി കടകളിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാ ഐറ്റംസിനും ഇവരുടെ തന്നെ എല്ലാ പ്രൊഡക്റ്റും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ സംഭവങ്ങളൊക്കെ പാത്രത്തിലാക്കി നമ്മൾ ആ സിനിമ കാണാൻ ഇരുന്നു കേട്ടോ. ഇതുപോലൊരു നാച്ചോസിന്റെ പ്ലേറ്റ് നമ്മൾ തിയേറ്ററിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് നമ്മൾ ചിലവാക്കണം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ പായൊക്കെ വിരിച്ച് നമ്മൾ സിനിമയ്ക്ക് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാ ഐറ്റംസും ഇതാ നിങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും പെടാത്തൊരു ഐറ്റം ഇരിക്കുന്നുണ്ട് കേട്ടോ. പുട്ടും കടലക്കറിയും. അങ്ങനെ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ച് നമ്മളിതാ മൂവി കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇനി മൂവിയുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. മൂവിയുടെ പേര് സംഭവം അധ്യായം 1. മൂവി കാണുകയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്നാണ് കേട്ടോ ഇവിടുത്തെ ഏട്ടന്റെ ഓർഡർ. പക്ഷെ എനിക്കത് ഒരിക്കലും സാധിക്കാറില്ല. മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എനിക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 10 വട്ടം ചോദിക്കും കേട്ടോ. അതെന്താ ഇങ്ങനെ, ഇതെന്താ എങ്ങനെയെന്ന്. അതിന്റെ പേരിൽ ഒരടി അതിന്റെ ഇടയിൽ തന്നെ നടക്കും. അതെ, നിങ്ങളാണ് ഈ സിനിമ കാണുന്നതെങ്കിലും കുറച്ച് നേരം ഈ അന്തം വിട്ട് കുന്തവിഴുങ്ങി ഇരിക്കും കേട്ടോ. കാരണം ഈ സിനിമ അങ്ങനെയാണ്. ഫുഡ് അടിയും ഡ്രിങ്ക് അടിയും ഒക്കെ അടിപൊളിയായിട്ട് നടന്നെങ്കിലും ഈ സിനിമയിലെ പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് കത്തിയില്ല കേട്ടോ. ഈ ടൈം ഫ്രെയിം മാറി വരുന്ന സിനിമകൾ, അത് പെട്ടെന്ന് മാറി വരുന്ന സിനിമകൾ എനിക്ക് കത്താൻ ഇത്തിരി നേരം എടുക്കും. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സീനും അതുപോലെ തന്നെ സൗണ്ടും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.